അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച മറ്റ് ശസ്ത്രക്രിയകൾ കൂടി പുതിയ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഇന്നു മുതൽ പുനരാരംഭിക്കും. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടരും. ജോസി ബാബു കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, അങ്ങനെ നവമിയുടെ ചികിത്സ സർക്കാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റെടുത്ത് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള തുടക്കമായിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ശസ്ത്രക്രിയകൾ കൂടി പുതിയ കെട്ടിടത്തിൽ നടക്കുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാര്യങ്ങളൊക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങുമ്പോൾ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം അത് എല്ലാ ജില്ലകളിലും തുടരുമെന്നതിനുള്ള സൂചനകൾ തന്നെയാണ്. ജിൽസി, അപകടത്തെ തുടർന്ന് പല ഓപ്പറേഷനുകളും ചികിത്സയും അടക്കം പ്രതിസന്ധിയിലായ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഇന്നു മുതൽ സാധാരണഗതിയിലേക്ക് എത്തുകയാണ്. പുതിയ തിയേറ്ററുകൾ ഇന്ന് പ്രവർത്തന സജ്ജമാകും. ഇന്നു മുതൽ മുടങ്ങിക്കിടന്ന ശസ്ത്രക്രിയകൾ തുടങ്ങുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന കാഷ്വാലിറ്റിക്ക് സമീപത്തേക്ക് ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സകൾക്കായി എത്തിക്കും. അവർ അല്പം മുമ്പ് വീട്ടിൽ നിന്നും പുറപ്പെട്ടിരുന്നു. എന്തായാലും നേരത്തെ തന്നെ നടപടിക്രമങ്ങൾ പലതും പൂർത്തിയാക്കിയതിനാൽ നേരിട്ട് അഡ്മിഷനിലേക്ക് കടക്കും. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് അറിയിക്കുകയും ചെയ്തു. പരിശോധനകളടക്കം പൂർത്തിയായിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇനി ഓപ്പറേഷൻ തീയതി നിശ്ചയിച്ച് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്യുക. എന്തായാലും ന്യൂറോ സംബന്ധമായ സർജറിയുടെ ആവശ്യത്തിനായാണ് കഴിഞ്ഞ ദിവസം നവമി ഇവിടെ അഡ്മിറ്റായത്. ആ സമയത്താണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം ഉണ്ടാകുന്നത്. ആശുപത്രി കെട്ടിടം തകർന്ന് അമ്മ മരിക്കാനിടയായ സാഹചര്യം. അതിൽ നിന്നും ആ അപകടത്തിന്റെ അതിന്റെ സംസ്കാര ചടങ്ങുകൾക്കും ഒക്കെ ശേഷമാണ് ഇപ്പോൾ നവമി വീണ്ടും തുടർ ചികിത്സകൾക്കായി ആശുപത്രിയിൽ എത്തുന്നത്. അതിനു മുമ്പായി പ്രത്യേക മെഡിക്കൽ സംഘം കൌൺസിലിംഗ് അടക്കം നവമിക്ക് ഒരുക്കിയിരുന്നു. നവമിയുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായി നൽകുമെന്ന് ആശുപത്രി അധികൃതരും മന്ത്രിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തിന് അടിയന്തര സഹായവും അതോടൊപ്പം സഹോദരന് ജോലിയും ഉറപ്പാക്കിയിരുന്നു. ഇനി പൂർണ്ണമായ ഒരു സഹായം മന്ത്രിസഭാ യോഗം 11-ാം തീയതി ചേർന്ന് നൽകുകയും ചെയ്യും. ഇതിനിടയ്ക്കിടയിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്ടർ സമഗ്രമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറും. അത് സംബന്ധിച്ചുള്ള പരിശോധനകളും അതോടൊപ്പം പല ഉപറിപ്പോർട്ടുകൾ തേടുകയും വിവരശേഖരണവും കലക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ആഴ്ച അവസാനം ഇത് സംബന്ധിച്ച് സമഗ്രമായ റിപ്പോർട്ട് കലക്ടർ കൈമാറുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തെ തുടർന്ന് 11, 14, 10 വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരുന്നു. രോഗികളെ അവിടെ നിന്നും പുതുതായി പണി കഴിപ്പിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റിയിരുന്നു. അവിടെയല്ല ഇപ്പോൾ പുതിയ ശസ്ത്രക്രിയകൾക്കായുള്ള തിയേറ്ററുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. പഴയ ട്രോമ കെയർ വിഭാഗത്തിലും അതോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന കാഷ്വാലിറ്റി വിഭാഗത്തിലുമാണ് ഇപ്പോൾ 4 താൽക്കാലിക തിയേറ്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 3 തിയേറ്ററുകളുമുണ്ട്. എന്തായാലും ഇനി ആശുപത്രിയുടെ ഇത്തരത്തിൽ കുണങ്ങിക്കിടന്ന ശസ്ത്രക്രിയകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും അപകടമുണ്ടായ കെട്ടിടം ഇനി ഉപയോഗിക്കില്ല. അത് പൊളിച്ചു കളയുന്ന നടപടികളിലേക്കൊക്കെ ആയിരിക്കും കടക്കുക. എന്തായാലും ഇന്നും സംസ്ഥാനത്തുടനീളം വിവിധ പ്രതിഷേധങ്ങൾ മന്ത്രിക്കെതിരെ നടക്കുന്നുണ്ട്. അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് BJPയുടെ മാർച്ചുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ സമരം ശക്തമാക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നുണ്ട്. ജിൽസി.